Hello guys, welcome back to Bussid Maniac channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്ത രണ്ട് മാപ്പ് മോഡ്സിൻ്റെ റിവ്യൂ ആണ്. ഒരു 2-in-1 റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും നാളും എൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്ക് നിന്നാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസും നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, സമയക്കുറവ് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് വീഡിയോസും സെപ്പറേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മാപ്പ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂർ ടു സുരബയ റൂട്ട് എടുക്കുക, സ്റ്റാൻഡിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക. പിന്നെ ഈ ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ, സ്റ്റേഡിയം കഴിഞ്ഞൊരു ലെഫ്റ്റിലോട്ടൊരു ടേണിംഗ് ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഈ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ഷോപ്പിംഗ് മോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാസ് ചെയ്ത് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കോഴി കൂകുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ദൂരം പോയി കഴിയുമ്പോൾ റൈറ്റിലോട്ട് ഇതുപോലൊരു പാലം പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അതുവഴി കയറി പോകരുത്. പിന്നെ ഈ ഒരു സിഗ്നൽ കഴിഞ്ഞ് നേരെ പോവുക. അപ്പോൾ റൈറ്റ് സൈഡിൽ വീണ്ടും അതുപോലത്തെ ഒരു വഴി കാണും. ഈ വഴി വേണം കയറി പോകാൻ. മറ്റേ വഴി പോകാമെന്നെങ്കിൽ പകുതിക്ക് വെച്ച് വണ്ടി ഇടിച്ച് നിൽക്കും, അതാണ് പ്രശ്നം. അപ്പോൾ ഈ വഴി പോകാമെന്നെങ്കിൽ സീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ബാക്കിയുള്ളവരുടെ ഈ വീട്ടുമുറ്റത്തൂടെ നമുക്ക് കയറി ഇങ്ങനെ ഈ ഒരു റോഡിലോട്ട് കയറി ഇവിടെയാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മുടെ മാപ്പ്. അപ്പോൾ ഇവിടെ കുറച്ച് ബൈക്കും കാര്യങ്ങളൊക്കെ വെളിയിലിരിപ്പുണ്ട്. പിന്നെ ഒരു ഷെഡ് പോലത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അകത്തോട്ടും കുറേയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് വെളിവശത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അകത്തോട്ട് പോവാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കുറേ ബൈക്കുണ്ട്, ഷെഡുണ്ട്. ഒരു ചേട്ടൻ ഇവിടെ ഗിത്താറൊക്കെ വായിച്ചിരിപ്പുണ്ട്. രണ്ട് ചേട്ടന്മാരിവിടെ ഉറങ്ങുന്നുണ്ട്. ഗിത്താർ വായിക്കുന്ന ആളെ നോക്കി അത്ഭുതപ്പെട്ട് വേറൊരു ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബസ്സും കൊണ്ട് അകത്തോട്ട് കയറാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കിളികളുടെയും കാക്കകളുടെയും കോഴി കൂകുന്നതൊക്കെ സൗണ്ടൊക്കെ കേൾക്കാം. വീട്ടിലായിരുന്നേ ഞാൻ കാറിനകത്തിരുന്നായിരുന്നു റെക്കോർഡ് ചെയ്യുന്നത്, അപ്പോൾ വലിയ നോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ ചുറ്റുപാടുമുള്ള എല്ലാ സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറാം. കുറച്ച് മാസമൊക്കെ കാണിച്ച് ലൈറ്റൊക്കെ ഒന്ന് അടിക്കാം. അപ്പോൾ ഈ ഒരു മാപ്പ് ചെറിയൊരു മാപ്പാണ്. ഇനി രണ്ടാമത്തൊരു മാപ്പുണ്ട്, അത് അത്യാവശ്യം നല്ല വലിയൊരു മാപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ബിൽഡിംഗ് കാണാം. സൈഡിൽ കുറച്ച് ഇന്തോനേഷ്യൻ മോഡൽ ട്രക്കുകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ ഒരു മാപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഒരു ഗേറ്റാണ്. ഒരു ഓട്ടോമാറ്റിക് ഗേറ്റാണ്, തന്നെ അടയുകയും തുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗേറ്റ് തുറന്ന് അകത്ത് കയറാം. ഓപ്പൺ സിം നമ്മുടെ ഗേറ്റ് തുറന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അകത്ത് രണ്ട് ഷട്ടറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഓഫീസ് പോലത്തെ ഒരു സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു മാപ്പിൻ്റെ ഏറ്റവും വലിയ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് തന്നെയാണ്. അപ്പോൾ വെളിയിലാണെങ്കിൽ 2-3 ബൈക്കും ഇന്തോനേഷ്യൻ മോഡൽ ട്രക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ ട്രക്കുകൾക്കെല്ലാം ഇന്തോനേഷ്യൻ മോഡൽ ലിവറീസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനകത്തോട്ടും കയറാം. അവിടെ എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 3 ട്രക്കും കണ്ടല്ലോ. ഇനി നമുക്ക് ആ ഷെഡിനകത്തോട്ട് കയറാം. അപ്പോൾ ആ ഷെഡിനകത്തും ഒരു ട്രക്ക് കിടപ്പുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതൊരു ഗോഡൗൺ മാതിരത്തെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. കാരണം എന്താണ്ട് ഇവിടെ കുറേ ചാക്കുകെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബായുവണ്ണൻ ഒരു ചാക്കെടുത്ത് തോളെ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ അമ്മാവൻ ഡ്രൈവർ ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. വിഷ് യു ഗുഡ് ലക്ക് ഫ്രം മൈ ഹാർട്ട്. പിന്നെ നമ്മുടെ സൈഡിൽ നമ്മുടെ ഫ്രീക്കൻ ചേട്ടനും മറ്റേ അമ്മാവൻ ഡ്രൈവറും തമ്മിൽ എന്തോ ഡീലിംഗ് ആണെന്ന് തോന്നുന്നു. എന്തോ ഡീലുണ്ട്, ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നു. ഇതെല്ലാം മൊബൈലിൽ പകർത്തിക്കൊണ്ട് വേറൊരു ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഷെഡിനകത്തെ കാഴ്ചകൾ. പിന്നെ ബാക്കിലോട്ടൊരു വഴിയുണ്ട്. ബാക്കിൽ മൊത്തം കണ്ടവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മാപ്പിൽ ഇത്രയൊക്കെ ഉള്ളൂ, പറയത്തക്ക വിധം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ട്രക്കുകളുടെ എല്ലാം ലിവറിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല കളർഫുൾ ലിവറീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു മാപ്പിനകത്ത്. ഓട്ടോമാറ്റിക് ഗേറ്റാണ് മെയിൻ ഹൈലൈറ്റ്, മുമ്പേ പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിലോട്ട് പോയാൽ അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് ബസ്സും കൊണ്ടൊന്ന് നൈസായിട്ടൊന്ന് പോയി നോക്കാം, എന്ത് പറ്റുമെന്ന് നോക്കാം അങ്ങോട്ട് പോയാൽ. അപ്പോൾ നമുക്ക് ബസ്സും കൊണ്ട് അകത്തോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റോഡിൽ കൂടെ അകത്തോട്ട് പോവുകയാണെങ്കിൽ മിക്കവാറും എവിടെയെങ്കിലും ചെന്ന് കയറും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കാനുള്ള ചാൻസാണ് കൂടുതൽ. വഴി തീർന്നു. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളൂ, ഇവിടം വരെയേ ഉള്ളൂ റോഡ്. അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് വരാൻ ആദ്യം ഒരു വഴി കണ്ടില്ല, അതുവഴി വരുവാണെങ്കിൽ ഇതുപോലെ പകുതിക്ക് വെച്ച് നമ്മുടെ സ്ഥലത്തെത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇതുപോലെ ഇടിച്ച് നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ മറ്റേ രണ്ടാമത്തെ വഴി വേണം വരാൻ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് മാപ്പിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അടുത്ത മാപ്പിലേക്ക് കടക്കാം. ഓക്കെ,
ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് മാപ്പിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ പലങ്ബാങ് ടു ജാംബി പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മൾ പലങ്ബാങ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഇതുപോലെ നേരെ എടുത്ത് മാപ്പിനനുസരിച്ച് നേരെ പോവുക. അതിനുശേഷം ഫസ്റ്റ് മാപ്പ് ലോഡായതിന് ശേഷമാണ് നമ്മുടെ അടുത്ത മാപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മാപ്പ് അനുസരിച്ച് അങ്ങ് പോയാൽ മതി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത്രയും ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. എന്നിട്ട് ഫസ്റ്റ് മാപ്പ് ലോഡായതിന് ശേഷം ഉള്ള വിഷ്വൽസ് കാണിക്കാം. കാരണം ഇനിയും ഇത് കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോയുടെ ലെങ്ത്ത് കൂടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാപ്പ് ലോഡായതിനു ശേഷം കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത്. ഇതെന്താ കണ്ടോ, വലിയൊരു കണ്ടെയ്നർ യാർഡ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ കുറച്ച് അപ്പുറത്തായിട്ടാണ് അതിൻ്റെ എൻട്രൻസ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിയ വലുപ്പത്തിലുള്ളൊരു മാപ്പ് തന്നെയാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ്. നമ്മുടെ എൻട്രൻസിൽ തന്നെ ഒരു ചേട്ടൻ അവിടെ കൈയും കാലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി വണ്ടി അകത്തോട്ട് കയറ്റാം. അകത്ത് കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ വേണ്ടേ, അകത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് വേറൊരു ചേട്ടനും കൂടെ നിൽപ്പുണ്ട്. ഇനി അകത്തോട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ടൊരു വെയിങ് ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമുണ്ട്. പക്ഷേ വെയിങ് ബ്രിഡ്ജ് അല്ലെന്ന് തോന്നുന്നു, അതുപോലത്തൊരു സംഭവം ഇവിടെ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ കയറ്റി അപ്പുറത്തോട്ട് ഇറക്കാം. ഇവിടെയും ഒരു ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. കുറേ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും സൈഡിലായിട്ടൊരു ചേട്ടനൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെയിങ് ബ്രിഡ്ജ് പോലിരിക്കുന്ന ഈ സ്ഥലത്തൂടെ വണ്ടി അകത്ത് കയറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഇറങ്ങി വരുന്നിടത്തായിട്ടും രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ചേട്ടന്മാർ നിൽപ്പുണ്ട്. പിന്നെ കുറേ കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഒരു ഡെലിവറി വാനും സംഭവങ്ങളൊക്കെ ഉണ്ട്. കാറ് ചിലപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ വല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു ബിൽഡിങ്, ചിലപ്പം ഓഫീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ. പിന്നെ കുറേ കണ്ടെയ്നർ ലോറികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് അകത്തോട്ട് പോവുകയാണെങ്കിൽ ഇനിയും കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തോ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ഷെഡ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് വണ്ടി കയറ്റാനും പറ്റും. പിന്നെ നമ്മുടെ സൈഡിലായിട്ടൊരു ഫോർക്ക് ലിഫ്റ്റൊക്കെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഫോർക്ക് ലിഫ്റ്റിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. കണ്ടില്ല, നല്ല അടിപൊളി ഒരു ഫോർക്ക് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. AJB ട്രാൻസ്പോർട്ട് എന്നും പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഈ ഒരു യാർഡ്. അപ്പോൾ നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങോട്ട് എന്തൊക്കെ കാഴ്ചകൾ ഇനി ബാക്കിയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇഷ്ടംപോലെ കണ്ടെയ്നർ ലോറികൾ സൈഡിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ കണ്ടെയ്നർ മാത്രമായിട്ടും സൈഡിൽ കുറേ കൂട്ടി വച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ ക്രെയിനും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ കണ്ടെയ്നർ എടുത്ത് ഈ ലോറിയുടെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണ്ടെയ്നർ ക്രെയിനും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു അടിപൊളി മാപ്പ് മോഡാണിത്. പിന്നെ ഈ സൈഡിൽ കിടക്കുന്ന ഈ ഒരു ചുമന്ന വണ്ടി നമ്മുടെ ഗെയിമിനകത്ത് ഇല്ല. നമ്മുടെ ഗെയിമിനകത്ത് ഇതിൻ്റെ ചെറിയ ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇത് 10 വീലുള്ള വലിയ വണ്ടിയാണ്. നമ്മുടെ ഗെയിമിനകത്ത് പോകുന്നത് 6 വീലുള്ളതാണ്. ഇതല്ലാതെ 3D മോഡൽ ചെയ്ത് കയറ്റിയേക്കുവാണ്. പിന്നെ വേണ്ടേ, ഇവിടെ കണ്ടെയ്നർ ക്രെയിൻ ഉണ്ട്. വേണ്ട, കണ്ടെയ്നർ എടുത്ത് മറ്റേ ലോറിയുടെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും അടിപൊളി സെറ്റപ്പും കാര്യങ്ങളാണ്. കുറേ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്രെയിൻ ഉപയോഗിച്ച് മറ്റേ കണ്ടെയ്നർ ലോറിയുടെ മണ്ടയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇവിടെ കൂട്ടിയിട്ടേക്കുവാണ്. ഇനി നമുക്ക് ആ ഒരു ഷെഡിനകത്തൂടെ ഒന്ന് കയറി നോക്കാം. അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം ഈ 2 മാപ്പ് മോഡ്സും എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഷെഡിനകത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ നോക്കിയിട്ടൊന്ന് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തും കുറേ കണ്ടെയ്നർ ലോറികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ കുറേ കണ്ടെയ്നറും സൈഡിൽ വെച്ചിട്ടുണ്ട്. ബ്ലൂ കളറിലെ കുറേ കണ്ടെയ്നർ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോർക്ക് ലിഫ്റ്റും അവിടെ കിടക്കുന്ന കാണാം. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഷിപ്പിംഗ് പരിപാടി. ചിലപ്പം ഈ കണ്ടെയ്നറെല്ലാം ഇവിടുന്ന് വെച്ച് ഏതെങ്കിലും സീ പോർട്ടിൽ പോയി അവിടുന്ന് ഷിപ്പ് ചെയ്ത് വിടാൻ വേണ്ടി വല്ലതായിരിക്കും. കുറേ കാർഗോയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കണ്ടെയ്നറിനകത്ത് കയറ്റി വിടാനുള്ളതായിരിക്കും. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഈ 2 മാപ്പ് മോഡ്സും നമ്മുടെ ഗെയിമിനകത്ത് ഇട്ട് എങ്ങനെ കളിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, 2 മാപ്പ് മോഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ ലിങ്കായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് മാപ്പ് മോഡിൻ്റെ വീഡിയോ ലിങ്കാണിത്. ഇപ്പോൾ ലിങ്ക് പെരുകിട എന്ന് പറഞ്ഞ സംഭവം കണ്ടില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡൗൺലോഡ് ലിങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാം. പിന്നെ ഇത് ഈ ഒരു സംഭവം ഫുള്ള് കറങ്ങി തിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിപ്പം ഫുള്ള് കറങ്ങി തീരും. അപ്പോൾ വേണ്ട, നമുക്ക് ഇവിടെ ഇതുപോലെ വേണ്ടേ
ഡൗൺലോഡ് ഓപ്ഷൻ കിട്ടും. എന്നിട്ട് ഡൗൺലോഡ് നോക്കുക. എന്നിട്ട് ഈ സംഭവം ഫുള്ള് ഡൗൺലോഡായി കഴിഞ്ഞതിന് ശേഷം സേവ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിനുശേഷം സേവ് ഫയൽ കൊടുത്താൽ മാത്രമേ ഫയൽ മാനേജറിലോട്ട് ആ ഒരു മോഡ് സേവ് ആകത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം ഇസഡ് അർച്ചീവർ ഓപ്പൺ ചെയ്യുക. ഇസഡ് അർച്ചീവർ ആപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ഫോൾഡറിൽ പോകുക, ഇൻറ്റേർണൽ സ്റ്റോറേജിൽ. അവിടെ നമ്മുടെ മാപ്പ് മോഡ് ഏതാണോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് അത് ആ ഒരു ഫോൾഡറിൽ ഡൗൺലോഡായി കിടക്കുന്നതാകും. എൻ്റെ കേസിൽ ഞാനിപ്പം വേറൊരു ഫോൾഡറിലേക്ക് മാറ്റിയേക്കുവാണ് എടുക്കാൻ വേണ്ടി. അപ്പം ഈ ഒരു സാധനം എക്സ്ട്രാക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് മാപ്പ് മോഡാണ്. നമ്മളെ വീഡിയോയിൽ ആദ്യം കണ്ട ആ ഒരു മാപ്പ് മോഡിൻ്റെ ആക്ടിവേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടും സെയിം പ്രൊസീജിയറാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഒരു മാപ്പ് മോഡിൻ്റെ ആയിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. രണ്ടും സെയിം പ്രൊസീജിയർ ആയതുകൊണ്ട് ഒരെണ്ണം ആക്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മാപ്പ് മോഡിൻ്റെ പാസ്വേഡാണിത്, കണ്ടല്ലോ. അപ്പം ഈ ഒരു പാസ്വേഡ് നിങ്ങൾ കറക്റ്റായിട്ട് അടിക്കുക. അതിന് ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഫയൽ എക്സ്ട്രാക്റ്റ് ആയി കിട്ടുന്നതായിരിക്കും. നമ്മുടെ സിപ്പ് ഫയലിൻ്റെ അതേ പേരിലായിരിക്കും വേറൊരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടും. അപ്പം ആ ഒരു ഫോൾഡറിനകത്തായിരിക്കും നമ്മുടെ ഫയൽസൊക്കെ കാണുന്നത്. ലെവൽ 3 ഷെയർഡ് അസറ്റ്സ് 3 ഡോട്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 ഫയലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക. എന്നിട്ട് ആൻഡ്രോയിഡിൽ പോവുക. ആൻഡ്രോയിഡിൽ ഒ ബി ബിയിൽ com.malio.bus simulator ID. എന്നിട്ട് ഈ ഒരു OBB ഫയലിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് വ്യൂ കൊടുക്കുക. ജസ്റ്റ് ടാപ്പ് ചെയ്യുക, വ്യൂ എടുക്കുക. എന്നിട്ട് അസറ്റ്സ് എടുക്കുക. അസറ്റ്സിനകത്ത് ബിന്നിനകത്ത് ഡാറ്റ. എന്നിട്ട് ഈ ഒരു പ്ലസ് സൈൻ കണ്ടില്ലേ, പ്ലസ് സൈനിൽ നോക്കിയിട്ട് ഏറ്റവും മണ്ടയ്ക്കത്ത് ഐക്കൺ ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോവുക. നിങ്ങളുടെ മാപ്പ് മോഡ് ഡൗൺലോഡ് ആയി വെച്ചേക്കുന്ന ഏത് ഫോൾഡറിലാണോ ആ ഒരു ഫോൾഡർ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എൻ്റെ കേസിൽ ഇവിടെ കിടപ്പുണ്ട്. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഈ 2 ഫയൽസും നിങ്ങൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. അത്രയും മാത്രമേ ഉള്ളൂ, വളരെ ഈസിയാണ്. പിന്നെ മറ്റേ മാപ്പ് മോഡിൻ്റെ കേസിലും ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയറാണ്. അതിനകത്തും ഇതുപോലെ തന്നെ 2 ഫയൽസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 2 ഫയൽസ് ഫുള്ള് ആഡായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഗെയിം ഓപ്പൺ ചെയ്ത് കളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണിച്ച ആ ലൊക്കേഷനിലായിട്ടായിരിക്കും മാപ്പ് ആഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ചേഞ്ചസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിരുന്നു. പോരാത്തതിന് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മാപ്പ് മോഡും 2 മാപ്പ് മോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ഓൾ ആക്കിയിടുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓക്കെ, എക്സാംസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാറിനകത്തിരുന്ന് നല്ല അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്തിടാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ്റെ കാര്യമൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഗായ്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ ഗായ്സ്, ടിൽ ദെൻ ബൈ.